ഇതുപോലൊരു വിലയ്ക്ക് ഇതുപോലൊരു പ്രോപ്പർട്ടി ഒരു കാരണവശാലും കിട്ടൂല കേട്ടോ. നമുക്ക് തിരുവനന്തപുരം കവടിയാർ ഭാഗത്തൊക്കെ ഒരു 5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റ് വാങ്ങുന്ന പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ 30 സെൻറ്റ് സ്ഥലത്ത് വലിയൊരു കൊട്ടാരം തന്നെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജാണ് ഈ കാണുന്നത്. ഈ ഗേറ്റ് എല്ലാം ഓട്ടോമാറ്റഡ് ഗേറ്റാണ്, അതായത് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഗേറ്റാണ്. ആ രീതിയിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന കൊട്ടാരം വിൽപ്പനയ്ക്കുണ്ട്. ടോട്ടലായിട്ട് 30 സെൻറ്റ് സ്ഥലമാണ്. അതിനകത്ത് 4500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു കെട്ടിടമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നോക്കി നമുക്ക് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീട്ടിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് നമുക്കൊരു ഔട്ട് ഹൗസ്, ജോലിക്കാർക്കൊക്കെ താമസിക്കാവുന്ന രീതിയിൽ ഒരു ഔട്ട് ഹൗസും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. അതിന് മുന്നേ പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം നെടുമങ്ങാടാണ്. നെടുമങ്ങാട് വാളിക്കോട് ജംഗ്ഷനിൽ നിന്ന് നേരെ വരുമ്പോഴത്തേക്കും ഹൗസിംഗ് ബോർഡ് കോളനിയുടെ ആ ഒരു ജംഗ്ഷനിൽ വരാം. ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി 200 മീറ്റർ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. ഈസിലി അറിയാം, നെടുമങ്ങാട് ഹൗസിംഗ് കോളനി എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ജംഗ്ഷനിൽ വരും. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് വരിക. അപ്പോൾ സനാസ് എന്ന് പറയുന്ന ഈ ഒരു വീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശരിക്കും എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ ഫാമിലി ആയിട്ട് എല്ലാവരും വിദേശത്താണ്. അവർ വല്ലപ്പോഴും മാത്രമാണ് വന്ന് താമസിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് വീട് എപ്പോഴും അടച്ചിട്ടിരിക്കും. പക്ഷേ ഇവിടെ ആരെങ്കിലും ഡെയിലി വന്ന് ക്ലീൻ ചെയ്തിട്ട് പോകലാണ് പരിപാടി കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുള്ളത്. ഇതിനകത്ത് കാണുന്ന എല്ലാ ഇക്വിപ്മെൻറ്റ്സ് അടക്കമാണ് സെയിലിനുള്ളത്. നമുക്കിത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുൾ ടൈം CCTV സർവൈലൻസിനാണുള്ളത്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ക്യാമറ നിൽക്കുന്നുണ്ടോ, നമ്മളെല്ലാം അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഫുള്ളായിട്ട് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലൊന്നും നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഒരു മാസം ഒരു 100 മാസമല്ല, കറണ്ട് ബില്ല് വരുമ്പോൾ 100 110 രൂപയെ വരത്തുള്ളൂ. ഇതേ സോളാർ സിസ്റ്റത്തിൻ്റെ യൂണിറ്റാണ് ഇതേ കാണുന്നത് കേട്ടോ. ഈ കാണുന്നത് പോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള പ്രോപ്പർട്ടി. നമുക്ക് മുൻവശത്ത് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഞാൻ ഈ പിൻവശമൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. അത് പോയിട്ട് ഇതാ ഈ ഭാഗത്ത് നോക്കി, ഇവിടെയും നമുക്കൊരു 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കവേർഡ് കാർ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് വീട്ടിനകത്ത് കയറാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഔട്ട് ഹൗസ് ആണ്. ഇവിടെ ഒരു 2 റൂം പ്ലസ് ഒരു ബാത്റൂം ആ രീതിയിൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡായിട്ട് വരുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ എല്ലാം തന്നെ ബലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതേ നോക്കി, ഒത്തിരിയധികം മാവും പ്ലാവിൻ തൈയും അങ്ങനെ ഒത്തിരിയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഈ ഭാഗത്തായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിൽക്കുന്നതെല്ലാം റംബൂട്ടാനാണ്. അങ്ങനെ ഒത്തിരിയധികം ഫ്രൂട്ട് പ്ലാന്റ്സും ജാമ്പയും അതും ഇതും എല്ലാം ഈ ഭാഗത്തായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും കൊട്ടാരം കണക്കൊരു വീട്. പക്ഷേ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് പ്രൈസാണ്. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഇതുപോലൊരു പ്രോപ്പർട്ടി ഒരു കാരണവശാലും കിട്ടൂല കേട്ടോ. അങ്ങനെ തന്നെ പറയാം. വീട്ടിനകത്തേക്കുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന പോലെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അത് പോയിട്ട് ഇതാ ഇത് നോക്കി, പുറത്തായിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഇറങ്ങിയിരിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്നിരുന്ന് വട്ടം കൂടിയിരുന്ന് കാര്യം പറയാം. ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പാർട്ടിയെ കണ്ടക്ട് ചെയ്യാം. ആ രീതിയിലുള്ളൊരു സ്പേസ് ഇതാ ഇങ്ങനെ കവേർഡായിട്ടുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ടാവും. എല്ലായിടത്തും നമുക്കിതുപോലെ ഗാർഡനിങ് വർക്കൊക്കെ ചെയ്ത് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ വല്ലപ്പോഴേ താമസമുള്ളൂ എങ്കിലും വീടിൻ്റെ മെയിൻ്റനൻസിന് ഒരു രീതിയിലുള്ള കുറവും വരുത്തിയിട്ടില്ല. നല്ല പക്കയായിട്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഈ വീട് വന്നിട്ട് ഏകദേശം ഒരു 10 വർഷമാണ് പഴക്കം വരുന്നത് കേട്ടോ. നമുക്കിനി ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. വീട് പൂർണ്ണമായിട്ട് ഇഷ്ടികയിലും പുഴമണലിലും അതുപോലെ തന്നെ തേക്കന്തടിയിലുമാണ് നമുക്കിതിനകത്തുള്ള പണികളെല്ലാം ചെയ്തിട്ടുള്ളത്. മുൻവശത്തുള്ളതായി ഈ കാണുന്ന പോലെ കട്ടള, വാതിൽ എല്ലാം തന്നെ തേക്കന്തടിയാണ്. നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് അല്ല, ശരിക്കും ഒരു ഗസ്റ്റ് ഏരിയ ആണ് കേട്ടോ. എന്നു വെച്ചാൽ ഇവിടെ ഈ TV എല്ലാം വെച്ചിട്ടുണ്ട്. ഇതല്ലാണ്ട് നമുക്ക് വേറെയും ഒരു ലിവിങ് സ്പേസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി സെയിലിനുള്ളത്. നമുക്കിതാ ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം കാണാം. ഇതുപോലെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കട്ടിലുണ്ട്, AC ഉണ്ട്, ഫാന്, എല്ലാ സാധനവും, കർട്ടന്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ഒന്നും വാങ്ങേണ്ടി വരത്തില്ല കേട്ടോ. ആ രീതിയിൽ നിങ്ങൾക്ക് വന്ന് താമസിച്ചാൽ മാത്രം മതി. ഇതുപോലെ ബാത്റൂം സ്പേസ് ഇവിടെയാണ് വരുന്നത്. ശരിക്കും ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ ആക്കി എടുക്കാം. ഇതിപ്പം നിലവിലൊരു കോമൺ ബാത്റൂമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് ആ ഒരു ബാത്റൂം പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിതാ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം വരും. താഴത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. എങ്ങനെയാ വെച്ചാൽ നമുക്ക് താഴത്തെ നിലയിൽ കൂടുതലായിട്ടും ഈ ഒരു കോമൺ സ്പേസിന് വേണ്ടി സ്ഥലം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയും കട്ടിലുണ്ട്. നമുക്കിതാ ഈ കാണുന്നത് പോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ ആയിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ, ഇവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിയേ ഒരു ലോക്കർ അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടൊന്ന് ഒളിപ്പിച്ച് വയ്ക്കാം. ദേ ഈ കാണുന്നത് പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് അടുത്തൊരു റൂം. ദാ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ശരിക്കും ലിവിങ് റൂം വരുന്നത് കേട്ടോ. അതായത് ദാ ഈ ഒരു സ്പേസ് പോകാൻ നമുക്ക് അടുത്തൊരു കോമൺ ഏരിയ നമ്മുടെ ഒരു ഫാമിലി സ്പേസ് ആയിട്ട് ദാ ഇങ്ങനെ ഒരു ലിവിങ് റൂം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് ദാ ഈ കാണുന്ന പോലെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വുഡിലാണ്, അതായത് തേക്കും തടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു 2 ടണ്ണിൻ്റെ AC ആണ് ദാ ഈ ഭാഗത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. ഫാന് ദാ എല്ലാം ഉണ്ട്. അതുപോലെ TV യൂണിറ്റ് നോക്കിയാൽ സോണിയുടെ ഒരു വലിയൊരു TV യൂണിറ്റ് പ്ലസ് നമുക്ക് ഹോം തിയേറ്റർ സിസ്റ്റം ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇതല്ലാണ്ട് വേറൊരു ഹോം തിയേറ്റർ മേളിലുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണേണ്ട ഒരു ഐറ്റമാണ്. അത് നമുക്ക് മേളിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ദാ ഇവിടെ നിന്ന് നമ്മുടെ കിച്ചണിലേക്ക് എൻട്രൻസ് വരും. ദാ ഈ കാണുന്ന ഡൈനിങ് സ്പേസിൽ നിന്നും കിച്ചണിലേക്ക് എൻട്രൻസ് വരും. ഇതുവഴി പോയി നമുക്ക് ആദ്യം കിച്ചൺ കണ്ടിട്ട് വരാം. കിച്ചൺ എങ്ങനെയുണ്ട്? ഗ്രാൻഡ് അല്ലേ? ഫുള്ളായിട്ട് മോഡലാ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വർക്കൊക്കെ റീസെൻ്റ് ആയിട്ട് ചെയ്തതാണ്. ഈ ഒരു കളർ തീം കൊള്ളാം കേട്ടോ. നല്ല പക്ക റെഡും വൈറ്റും, പക്ഷേ ആ ഒരു കളർ തീം നല്ല രസമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കാഫിൻ്റെ സ്റ്റൗവാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇത് നോക്കിയേ, ഇതിനകത്ത് എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. പുത്തനായിട്ടിരിപ്പുണ്ട് കേട്ടോ, ഉപയോഗിക്കാത്ത സ്റ്റൗ. ഇതാ ഇവിടെ ആയിട്ട് കാഫിൻ്റെ തന്നെ ഒരു ചിമ്മിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവൻ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും, ഇതിനകത്തിരിക്കുന്ന പാത്രങ്ങൾ അവർ ഉപയോഗിച്ച പാത്രമാണെങ്കിൽ അത് വരും മാറ്റുന്നുണ്ടാവും. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്യും. ഇതാ ഇവിടെയായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. ഇവിടെ നിന്ന് ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട്. ബാക്ക് യാർഡ് നമുക്ക് ഇതുവഴി പോയി കാണിച്ചു തരാം. ഇതാ ഇവിടെ ആയിട്ട് വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല, വീണ്ടും ഒരു കിച്ചൺ എന്ന് തന്നെ പറയാം. ഇതാ ഇത് നോക്കിയേ, ഈ ഫ്രിഡ്ജ് അടക്കം ഈ സാധനങ്ങളെല്ലാം ഇതൊന്നും ഒരു മാറ്റത്തില്ല. ഇതെല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും, നിങ്ങൾക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്ത് വേറൊരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇതേ കിണറുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ ഇറങ്ങി ആ പാത്വേയിലോട്ട് ഇറങ്ങാൻ സാധിക്കും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് ആണ്. നോക്കി നമുക്ക് ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും നിങ്ങൾ വാങ്ങണ്ട, നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചാൽ മതി. ഇവിടെ നോക്കി സീലിങ്ങിലെല്ലാം ഗ്രാൻഡായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ ബെഡ്റൂംസിനെക്കാട്ടും ഇവിടുത്തെ മേളത്തെ നിലയിലെ റൂമുകളെല്ലാം വലുതാണ്. എങ്ങനെ വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ഹാളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ റൂംസ് എല്ലാം നല്ല വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. കട്ടിലുണ്ട്. ഇനി കട്ടിൽ കിടന്ന് ഉറങ്ങി മടുത്തെങ്കിൽ ഇരുന്ന് നേരം വെളുപ്പിക്കണമെങ്കിൽ തൊട്ടടുത്തായിട്ട് സോഫയുണ്ട്. ഈ കാണുന്ന പോലെ വലുതായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ ഏറ്റവും പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാ റൂമുകളിലും അതുപോലെ തന്നെ കോമൺ സ്പേസിലും നമ്മുടെ ഹോം തിയേറ്ററിലും ഇവിടെ എല്ലാം തന്നെ AC സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു റൂം. ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ബെഡ്റൂമിനായാലും നമുക്കിതാ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ, ആ ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകാം. ആ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലെങ്തി വീഡിയോ ആയിപ്പോയി കേട്ടോ. അത്രയധികം സാധനങ്ങൾ ഈ വീട്ടിനകത്ത് കാണിക്കാനുണ്ട്. വന്നേ, ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിലായാലും കബോർഡും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിള്, കട്ടിൽ, എല്ലാ കാര്യങ്ങളും AC അടക്കം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിലെ ഹൈലൈറ്റ് ലൊക്കേഷൻ നമ്മുടെ ഹോം തിയേറ്റർ. സിനിമ കാണാനായിട്ട് ഇനി നിങ്ങൾ പുറത്തൊരിടത്തും പോകണ്ട, ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ ഇരുന്ന് കാണാനാവുന്ന ഹോം തിയേറ്റർ സിസ്റ്റം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു 3 പേർക്ക് ഇരിക്കാം, ഇവിടെ 3 പേർക്ക് ഇരിക്കാം. 6 പേർക്ക് ഗ്രാൻഡായിട്ടിരുന്ന് അവിടെ ഇരുന്ന് സിനിമ കാണാം. അതിന് ഓൾറെഡി അതിൻ്റെ സംഭവങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. AC സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം തന്നെ സൗണ്ട് പ്രൂഫിങ്ങും സ്പീക്കേഴ്സും എല്ലാ കാര്യങ്ങളും ഇവിടെ ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിനി ഇവിടെ വന്നിരുന്ന് അങ്ങ് എൻജോയ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ല, അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട്, അതായത് വീടിൻ്റെ പിൻവശത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റുമെന്ന്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഓപ്പൺ ടെറസ് വഴി ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മുടെ ബാൽക്കണി ഏരിയയിലേക്കുള്ള എൻട്രൻസ് വരും. അത്യാവശ്യം വളരെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെ നിന്ന് വീണ്ടും ഫ്രണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കാർ പോർച്ചിൻ്റെ മേളിലേക്ക് വരുന്ന ആ ഒരു എക്സ്റ്റൻഷനിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കാർ പോർച്ചിൻ്റെ ആ ഒരു സ്പേസ് അവർ ഈ വീട് വെച്ച് പിന്നീട് ഒരു 2-3 വർഷം മുന്നേ ആണ് ആ ഒരു സ്പേസ് പിന്നെയും ചെയ്തെടുത്തത് കേട്ടോ. അതായത് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അത്രയും ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള വലിയൊരു വീടാണ്. ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില
എത്രയായിരിക്കും? ഉദ്ദേശിക്കുന്ന വില 2.5 കോടി രൂപയേ ഉള്ളൂ കേട്ടോ. അതായത് 30 സെൻറ്റ് സ്ഥലത്ത് 4500 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയൊരു കൊട്ടാരം കണക്ക് വീടും പുറത്തെ ഒരു ഔട്ട് ഹൗസ്, അങ്ങനെ എല്ലാ സെറ്റപ്പും നെടുമങ്ങാട് ടൗണിൻ്റെ ഏറ്റവും പ്രൈമായിട്ടുള്ളൊരു ലൊക്കേഷനിൽ കേവലം 2.5 കോടി രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും. അടിപൊളി പ്രൈസ്. ഇതുപോലൊരു പ്രൈസിന് ഇതുപോലൊരു വീട് സ്വപ്നത്തിൽ പോലും കിട്ടത്തില്ല. മിസ്സാക്കണ്ട, നേരിട്ട് വിളിച്ചോ.